അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന ഊർജ്ജ പ്രതിസന്ധികൾക്കിടയിൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള എണ്ണ വ്യാപാരം പുനരാരംഭിച്ചു. 2019 മെയ് മാസത്തിനു ശേഷം ആദ്യമായാണ് ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുമായി കൂറ്റൻ കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിലെത്തുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അമേരിക്ക നൽകിയ താൽക്കാലിക ഇളവുകളാണ് ഈ നീക്കത്തിന് വഴിയൊരുക്കിയത്. ഫെലിസിറ്റി, ജയ എന്നീ രണ്ട് കൂറ്റൻ ക്രൂഡ് ഓയിൽ കാരിയറുകളാണ് ഇന്ത്യയിലെത്തിയത്. ഇതിലേകദേശം 40 ലക്ഷം ബാരൽ എണ്ണയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഗുജറാത്തിലെ സിക്ക തുറമുഖത്തും ഒഡീഷയിലെ പാരദീപ് തുറമുഖത്തുമാണ് ഈ കപ്പലുകൾ അടുത്തത്. ഹോർമോസ് കടലിടുക്കിലെ ഗതാഗത തടസ്സവും ആഗോള എണ്ണവില വർധനവും നിയന്ത്രിക്കുന്നതിനായി കടലിൽ നേരത്തെ ലോഡ് ചെയ്ത ഇറാനിയൻ എണ്ണ ഇറക്കുമതി ചെയ്യാൻ അമേരിക്ക 30 ദിവസത്തെ ഇളവ് അനുവദിച്ചിരുന്നു. ഏപ്രിൽ 19 ഈ ഇളവ് അവസാനിക്കും. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് പണം ഈടാക്കുന്നതിൽ നിലവിൽ തടസ്സങ്ങളൊന്നുമില്ല എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ടെന്നും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഏത് രാജ്യത്തു നിന്നും എണ്ണ വാങ്ങാനുള്ള സ്വാതന്ത്ര്യം കമ്പനികൾക്കുണ്ടെന്നും സർക്കാർ അറിയിച്ചു. 2019 ട്രംപ് ഭരണകൂടം ഇറാനുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തിവെച്ചത്. അതിനു മുൻപ് ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരായിരുന്നു ഇറാൻ. നിലവിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ഈ നീക്കം ആഗോള ശ്രദ്ധ നേടിയിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ പ്രമുഖ കമ്പനികളാണ് ഈ ചരക്കുകൾ വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വരും മാസങ്ങളിൽ കൂടുതൽ കപ്പലുകൾ എത്തുമോ എന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളെയും അമേരിക്കയുടെ നിലപാടിനെയും ആശ്രയിച്ചിരിക്കും.